പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കാരണമല്ല LDF പരാജയപ്പെട്ടത്. പരാജയപ്പെട്ടതിൻ്റെ കാരണം ഞാനല്ല, ഞാൻ വർഗീയവാദിയല്ല, ഞാൻ മതേതരവാദിയാണ്. ഞാൻ കുറ്റപ്പെടുത്തിയത് മുസ്ലിം ലീഗിനെയാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണത്. അയാൾ നാക്കെടുത്താൽ വർഗീയ വിഷം ചീറ്റുന്നവനാണ്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കേരള സമൂഹത്തിന് അറിയാം. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പറ്റി, അതായത് പാകിസ്ഥാനാണ് മലപ്പുറം, അവിടെ ഹിന്ദുക്കൾക്ക് മിണ്ടാനേ ഒക്കില്ല, അവരടിമകളെ പോലെ കഴിയാണ് എന്ന് പറഞ്ഞവരാണ്. എന്നിട്ട് ഇപ്പം മാറ്റി പറയുന്നതാണ്ട. അതായത് LDFന്റെ തോൽവിക്ക് മെയിൻ കാരണം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. കാര്യം എങ്ങനെയായിരുന്നാലും മകന് BJP പാളയത്തിലോട്ട് വിട്ടു, സംഘപരിവാറായിട്ട് വിട്ടു. എന്നിട്ട് സ്വന്തം കുറ്റങ്ങളും തെറ്റുകളും മാപ്പാക്കി കിട്ടട്ടെ എന്ന് കണക്കാക്കി LDFന്റെ കൂടെ ചേർന്നു. അപ്പോൾ ഇയാളുടെ മനസ്സെന്ന് പറയുന്ന വർഗീയത തന്നെയാണ്, വർഗീയ വിഷം തന്നെയാണ്, വർഗീയവാദി തന്നെയാണ്. ഇയാളെവിടെ മതേതരവാദി? ഇയാളെ ഒരു കാരണവശാലും ഒരിക്കലും ഇയാളൊരു മതേതര കാഴ്ചപ്പാടുള്ള വ്യക്തിയല്ല. നമുക്കറിയാമല്ല. ഇയാൾ ഒന്നാമത്തെ കാര്യം തന്നെ പലിശയ്ക്ക് കൊടുക്കുന്നവനും മദ്യക്കച്ചവടം ചെയ്യുന്നവനും എങ്ങനെയാണ് മതേതരവാദിയാവുന്നത്? അതൊക്കെ വെറുതെ പറയുന്നതാണ്. എന്തായാലും LDFനുള്ള പരാജയത്തിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇയാൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഈ ന്യൂനപക്ഷങ്ങൾ മൊത്തം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കംപ്ലീറ്റ് വെറുത്തു പോയി LDFന്. കാരണം ഇയാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിഷം ചീറ്റുന്ന ഒരു വ്യക്തിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സ്വന്തം വണ്ടിയിൽ കയറ്റി ഇരുത്തി കൊണ്ടുപോയി പൊന്നാട അണിയിക്കുകയാണ്. അപ്പോൾ അത് തമാശ കളിയില്ല. വേറൊരാൾ ഒരു CPMന്റെ ഒരു നേതാവ് ചാനൽ ചർച്ചയിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ വഴി കണ്ട് വിളിച്ചു കയറ്റി. നീ എന്താ വഴി കണ്ട് വിളിച്ചു കയറ്റി? അങ്ങനെയുള്ളവനെ പൊന്നാട അണിയിക്കും? വഴി കണ്ടോല. അത് മാത്രമോ, ശ്രീനാരായണ ഗുരുവിൻ്റെ അതേ പകർപ്പാണെന്നാണ് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ. ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിയെ അന്നേ അടിച്ചു കൊല്ലും. ഇയാളെ അന്ന് തന്നെ ഈ സമുദായത്തിൽ നിന്ന് തന്നെ പുറത്താക്കും. അങ്ങനെ എന്തായാലും ശരി, നമ്മൾ കാത്തിരുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും കാണാം. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്നാണ് പറയുന്നത് VD സതീശൻ കാണുന്നത്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമൊന്നുമല്ല. ഈ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ചെറ്റകൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നാൽ ഈ നാട് നശിക്കും. നാട്ടിൽ വെള്ളപ്പൊക്കവും പേമാരിയും, അത് മാത്രമോ വേറെ ഉരുൾപൊട്ടലും ഇല്ലാത്ത രോഗങ്ങളും ഒക്കെ പടർന്നു പിടിക്കും ആളുകൾക്ക്. ഇങ്ങനെയുള്ള വ്യക്തികളെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ക്യാൻസറാണ്. ഇങ്ങനെയുള്ളവരെന്ന് പറയുന്നത് അവരുടെ വാസസ്ഥലം ജയിലറയാണ്. ഇങ്ങനെയുള്ളവരെ ജയിലിലടയ്ക്കണം. കാരണം ഇയാളെ പേരിൽ നേരത്തെ ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മൈക്രോ ഫിനാൻസ് എത്ര കോടി രൂപയാണ് ഇയാൾ വെട്ടിച്ചിട്ടുള്ളത്? അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇയാൾ പിണറായി വിജയൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത്. അല്ലാതെ പിണറായി വിജയനോടുള്ള താല്പര്യമോ ആ ഇടതുപക്ഷത്തോടുള്ള താല്പര്യമൊന്നുമല്ല. കേസിൽ നിന്ന് രക്ഷപ്പെടണം. അതായത് അച്ഛനാനന്ദനെ പോലെയുള്ള വ്യക്തികളും ആയിരുന്നെങ്കിൽ എന്നേ ഇയാൾ അകത്തായി പോകുമായിരുന്നു. അതുപോലെ അഴീക്കോട് സുകുമാർ എന്തുമാത്രം നല്ല 1ാം ക്ലാസ് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. പറഞ്ഞിട്ടുണ്ട് ഇയാളെന്ന് പറയുന്നത് ഇയാൾ എന്താണ് SNDP എന്ന് പറയുന്ന ആ മരത്തിലെ വിഷപ്പാമ്പാണ് ഇയാളെന്നാണ് പറയുന്നത്. വിഷപ്പാമ്പാണ്. അങ്ങനെയുള്ള ആ മരത്തിനെ തന്നെ മുറിച്ച് കളയേണ്ടി വരും ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നത്. ശരി, അതവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു അയ്യപ്പ ഭക്തിഗാനം പോലെ ഈ ഇലക്ഷനിൽ പ്രചരിച്ചത്, ഒരു പക്ഷേ ഈ അടുത്ത ഒരു 10 വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും നല്ല പാരഡി ഗാനമാണ് ആ ഗാനം. അത് മാർക്സിസ്റ്റ് പാർട്ടി വളരെയധികം പിടിച്ചുലച്ചു എന്നുള്ളത് സത്യമാണ്. എല്ലാ രംഗത്തുള്ളവരും, അതായത് CPMകാർ പോലും ആ പാട്ട് പാടി എന്നുള്ളതാണ്. ആ പാട്ട് അത്രത്തോളം മധുരമായിരുന്നു, കേൾക്കാൻ ഇമ്പമുള്ളതായിരുന്നു, എന്നാൽ അതിലുള്ള കാര്യങ്ങളും യാഥാർത്ഥ്യമായിരുന്നു. പോറ്റിയെ കേറ്റിയെ എന്നുള്ള ആ പാട്ടിനെതിരെ ഞാൻ 2-3 ദിവസത്തിന് മുമ്പേ വിചാരിക്കുന്നുണ്ട് മിക്കവാറും ഇവരെന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരും, അതിന് പാട്ടിനെ നിരോധിക്കും. കാരണം BJPക്കാരാണെങ്കിൽ ഈസിയായിട്ട് നിരോധിക്കും, അതിൽ യാതൊരു പ്രശ്നമല്ല. അപ്പോൾ BJPക്കാരൻ വിചാരിച്ച് നടക്കട്ടെ.
മാർക്സിസ്റ്റ് പാർട്ടിയെ നശിക്കാൻ ഇതാണ് നല്ല അവസരം. ചെയ്തതെന്ന് പറയുന്നത് എന്തോ ഒരു തെമ്മാടിത്തരമാണ്. ഒരു സമുദായത്തിന്റെ അവരുടെ ദൈവത്തിന്റെ അതിൽ ആ സ്വർണം അടിച്ച് മാറ്റുക എന്നൊക്കെ പറയുന്നത് തമാശക്കളിയാ. അപ്പൊ എന്തും ചെയ്യും, ഏത് ചെറ്റത്തിനും കഴിയും. അപ്പോൾ അതിനൊക്കെ എന്ന് പറയുന്നത് ശക്തമായ അന്വേഷണം നടത്തണം. മോഷണം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ സ്വർണം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നും പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും DGPക്ക് തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ആള് പോയി DGPക്ക് കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്. ഇത് അയ്യപ്പരുടെ അയ്യപ്പ ഭക്തന്മാർക്ക് അപമാനമായിട്ടുള്ള രീതിയിലാണ് അവരെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പാട്ടാണിത്. ഈ പാട്ടിനെതിരെ നടപടി എടുക്കണം. മിക്കവാറും ഇത് നിരോധിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് വിചാരിച്ചാൽ നിരോധിക്കാൻ ഒക്കില്ലല്ലോ, DGP വിചാരിച്ച നിരോധിക്കാൻ ഒക്കില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ കേസിന് പോകില്ലേ? കോടതി ഉണ്ടാവും, ഹൈക്കോടതി ഉണ്ടാവും, സുപ്രീം കോടതി പോവും. അപ്പൊ അതുകൊണ്ട് ഇനിയൊരു നിയമ നടപടികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ആ പാട്ട് കേരളത്തിൽ ഹിറ്റായ പാട്ട്, എല്ലാ സമുദായക്കാരും പാടുന്നുണ്ട് ആ പാട്ട്. അതിൽ ആരും അയ്യപ്പനെ ഒന്നും കളിയാക്കിയിട്ടില്ല. അത് മോഷ്ടിച്ചതിനെ തന്നെയാണ് കളിയാക്കുന്നത്. മോഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ അതായത് സംരക്ഷിക്കേണ്ട ഒരു ഗവൺമെന്റ് അത് മോഷ്ടിച്ചു അല്ലെങ്കിൽ മോഷണത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇതിനെതിരെ ശക്തമായി അയ്യപ്പ ഭക്തർ മാത്രമല്ല ഈ സമൂഹം, കേരള സമൂഹം മൊത്തത്തില് പ്രതിഷേധിക്കുന്നുണ്ട്. മൊത്തത്തില് അവര് ഗവൺമെന്റിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അല്ലാതെ ഇത് ഒരു തമാശക്കളിയല്ല, ഇതൊരു വെറും പാട്ടല്ല. ഈ പാട്ടെന്ന് പറയുന്ന ജനങ്ങളുടെ ഇടയിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജി ആയിരുന്നാലും കോടതിയിൽ കേസ് വാദിക്കുന്ന വക്കീലായിരുന്നാലും ഈ പാട്ട് ഇഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഈ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതായത് സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു ഈ വിഷയം. അതായത് അയ്യപ്പന്റെ സ്വർണം മാറ്റി ചെമ്പ് കയറ്റുക എന്ന് പറയുന്നത് എന്തോ ഒരു തെമ്മാടിത്തരമാണ്. അത് ആരൊക്കെ ഇവിടെ ഈ കേരളത്തിലായതുകൊണ്ടല്ലേ ഇത് നടക്കുന്നത്. ഇതിപ്പോ ലോകം മൊത്തം അറിഞ്ഞു, ഡൽഹിയിൽ വരെ അറിഞ്ഞു. UDFന്റെ MP-മാര് ലോക്സഭയ്ക്ക് പുറത്തു വെച്ച് ഈ പാട്ട് പാടി. അപ്പൊ പാട്ട് പാടുമ്പോൾ ജനങ്ങൾ അറിയണമല്ലോ. ഈ ഭക്തന്മാരെന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും അയ്യപ്പ ഭക്തന്മാർ ഇവിടെ കേരളത്തിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും ശരി, ഇതിന് മറുപടി പറഞ്ഞേ ഒക്കുള്ളൂ. ഈ മറുപടി മിക്കവാറും ഈ ഭരണവും കൊണ്ടേ പുറത്തു പോവുള്ളൂ, അത് ഉറപ്പാണ്. എന്തായാലും ശരി, അയ്യപ്പ ഭക്തര യാതൊരു കാരണവശാലും ഈ പാട്ട് വ്രണപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത് ജനകീയമായതോടുകൂടി ഈ വിഷയം ജനകീയമായി. അപ്പൊ എല്ലാവരിലും ഇത് എത്തി. അപ്പൊ ഇത് ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കണമെന്നുള്ളത് എല്ലാ ഭക്തർക്കും ഒരു തോന്നലുണ്ട്. ഭക്തർക്ക് മാത്രമല്ല, അന്യ സമുദായക്കാർക്കും ഉണ്ട്. കാരണം ഇത് ഇന്നിപ്പോ ഇവിടെയാണെങ്കിൽ നാളെ മറ്റിടത്തുണ്ടാവില്ലേ. അപ്പൊ അവരെന്തും ചെയ്യും. ഗവൺമെന്റ് വിചാരിച്ചാൽ, ഗവൺമെന്റിന്റെ പണിയാളികൾ വിചാരിച്ചാൽ, അവർ സപ്പോർട്ട് വിചാരിച്ചാൽ എന്തും ഇവിടെ നിന്ന് അടിച്ചു മാറ്റും. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി പലതും കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ഈ ഇടതുപക്ഷ സർക്കാർ യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അവർ തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ആരും നിയമത്തിന് അതീതരല്ല എന്ന് മനസ്സിലാക്കി കേരള സമൂഹം ഇപ്പൊ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഇടതുപക്ഷ ഗവൺമെന്റിന് നിലനിൽപ്പില്ല എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. സാധാരണ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു പാട്ടാണ്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായി ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാൻ കഴിയും. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ദനമൂർത്തിയേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ, പോറ്റിയേ കേറ്റിയേ, സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ദനമൂർത്തിയേ, ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മനകേറ്റി, അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി, പോറ്റിയേ കേറ്റിയേ, സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ദനമൂർത്തിയേ, വയനാടിന്റെ ദുരന്തമകറ്റാൻ ഫണ്ട് കൊടുത്തു നാട്ടാര്, കോടികളേറെ തട്ടിപ്പാക്കി ഫണ്ട് വളർത്തി വന്മാരെ, പോറ്റിയേ കേറ്റിയേ, സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ദനമൂർത്തിയേ, ആശാവർക്കറെ റോട്ടിലിറക്കി
പണക്കാരൻ ആരപ്പ അക്രമ ഭരണവും അഴിമതി ശരണം കാരണഭൂതം അവരപ്പ പോറ്റിയേ കേറ്റിയേ സ്വന്തം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ